ഈ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ നമ്മൾ നിരന്തരം പറയുന്നുണ്ട്. പ്രേക്ഷകർക്കാണെങ്കിൽ വല്ലാത്ത ആകാംക്ഷയുണ്ട്. കാരണം ഒരുപാട് പേർക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലാത്ത ആശങ്കയുണ്ട്. അവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയൊക്കെ കൂട്ടക്കൊല ചെയ്യുന്നു. കൂട്ടക്കൊല എന്നൊക്കെ പറഞ്ഞാൽ പോരാ, മനുഷ്യ മനസാക്ഷിക്ക് ചിന്തിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ക്രൂരത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നേരെ നടക്കുന്നു. ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും വീടുകളും ആരാധനാലയങ്ങളും തകർക്കുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. അത് പറഞ്ഞു ഒരു പുതുമയില്ല. ഈ എത്ര കാലം ഈ വൃത്തികെട്ട വർഗീയ ജമായത്തെ ഇസ്ലാമി ഭരണകൂടത്തിൻ്റെ കിരാത വാഴ്ച ബംഗ്ലാദേശിൽ തുടരും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇന്ത്യ ആണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പലരുടെയും പരാതി. ഇന്ത്യ പലതും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് കൺവിൻസിങ് ആകുന്ന തരത്തിൽ ചെയ്യുന്നില്ല. മുഹമ്മദ് യൂനുസ് ഇനി എത്ര കാലം, അയാളുടെ ആഗ്രഹം 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ താൻ തുടരും എന്നാണ് പറയുന്നതെങ്കിലും അതിനുള്ള വല്ല സാധ്യതയുണ്ടോ? അതായത് നേരത്തെ നമ്മൾ സലാഹുദ്ദീൻ ഷോയിബ് ചൗധരി എന്നൊരു പത്രാധിപരുടെ ബ്ലിറ്റ്സിന്റെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വലിയ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹം യുറേഷ്യൻ ടൈംസിൽ ഒരു ഓപ്പൺ എഡിറ്റ് എഴുതിയിട്ടുണ്ട്, മുഖപ്രസംഗം പോലെ. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് ജനുവരി 15 ആവുമ്പോഴേക്കും മുഹമ്മദ് യൂനുസ് പലായനം ചെയ്യും എന്നുള്ളതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഡിസംബർ 31 ഈ കഴിഞ്ഞ ഭരണഘടന മാറ്റാനിരുന്നതാണ്. ഇപ്പോൾ ഉള്ള ഭരണഘടന അത്യാവശ്യം സെക്കുലർ ആണല്ലോ, അത് പറ്റില്ലല്ലോ. അപ്പോൾ കംപ്ലീറ്റ് ഈ മറ്റേ കാലിഫേറ്റ് ഖിലാഫത്തൊക്കെ ആക്കുന്ന വിധത്തിൽ ഒരു ഇസ്ലാമിക ഭരണഘടന അത് 31 വരേണ്ടതായിരുന്നു. പിള്ളേർക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു, തീവ്രവാദി സംഘടനകൾക്കുമൊക്കെ. അപ്പോൾ ട്രംപ് വന്നിട്ട് ഉപരോധം വല്ലതും പ്രഖ്യാപിച്ചേക്കുമോ എന്നുള്ള ഭയത്തിൽ മാറ്റിവെച്ചതാണ്. പക്ഷേ ആ ഹിസ്ബുൾ തഹ്രീർ, അൻസാർ അൽ ഇസ്ലാം, ഹഫ്സത്ത് ഇസ്ലാം, ജമാഅത്തെ ഇസ്ലാമി, ഈ തീവ്രവാദി സംഘടനകളും ഈ പിള്ളേരും എല്ലാം കൂടി, ഭരണം പിടിച്ചിരിക്കുന്ന പിള്ളേരെല്ലാം കൂടി ഇത് ജനുവരി 15 നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് സമ്മർദ്ദം വല്ലാതെ ഇയാളുടെ മുകളിലുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കാലിഫേറ്റ് ആവുക. അപ്പോൾ പിന്നത്തെ ഭരണം ട്രംപ് വന്നു കഴിഞ്ഞാൽ ഈ കാലിഫേറ്റ് ഭരണമൊന്നും സമ്മതിക്കില്ല. ഒരു താലിബാൻ അപ്പുറത്തുള്ളതാണല്ലോ, വേറൊരെണ്ണത്തിനെ കൂടിയൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇയാൾ യൂനുസ് അവിടുത്തെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് അമേരിക്കയിൽ. ഇയാൾക്ക് ഗ്രാമീൺ ബാങ്ക് അമേരിക്ക എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട് അമേരിക്കയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഹില്ലരി ക്ലിൻ്റൺ ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ 15 ആവുമ്പോൾ ഇയാൾ അവിടുന്ന് ഒളിച്ചോടും, പലായനം ചെയ്യും എന്നാണ് ഇദ്ദേഹം എഴുതുന്നത്. കാരണം ഭരണഘടന വന്നു കഴിഞ്ഞാൽ, മാറിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ഉണ്ടാവില്ല, പ്രസിഡന്റ് ഉണ്ടാവില്ല അവിടെ. പട്ടാള മേധാവി വക്കാർ ഉസ്മാൻ അയാളും ഉണ്ടാവില്ല. ഇവർക്ക് വേണ്ട ആരെങ്കിലുമൊക്കെ പിടിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു സമ്പൂർണ്ണ ഇപ്പോൾ ഈ ജനാല പാടില്ല എന്നൊക്കെ വെള്ളം മട്ടിൽ നഴ്സാകാൻ പാടില്ല, താലിബാന്റെ പോലെ ഒരു ഭരണത്തിലേക്ക് അത് കൂപ്പുകുത്തും ബംഗ്ലാദേശ്. പിന്നെ അയാൾക്ക് അവിടെ നിന്ന് പഴിക്കാൻ പറ്റില്ല. താലിബാൻകാർക്ക് അങ്ങനെയൊക്കെ ആകാം. അതിൻ്റെ ഒരു നേതാവായിട്ട് ഇയാൾക്ക് നിൽക്കാൻ ഇയാൾക്ക് താല്പര്യം പിന്നെ വരില്ല. അതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ നേരത്തെ ഫ്രാൻസിലായിരുന്നല്ലോ. അങ്ങനെ എങ്ങോടെങ്കിലും 15 എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഡെഡ് ലൈൻ പോലെയാണ് ചൗധരി ഈ ലേഖനത്തിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിക് ജിഹാദിസ്റ്റ് ഇപ്പോഴത്തെ ഫോഴ്സസ്, അവിടുത്തെ ശക്തികൾക്കെതിരെ ട്രംപ് നടപടിയെടുക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് കാണുന്നത്. അദ്ദേഹം ഡീപ് സ്റ്റേറ്റിൻ്റെ ഈ പല്ലുന്നകമൊക്കെ അരിഞ്ഞു കളയും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ജനുവരി 15 കഴിയുമ്പോൾ ഇത് അസ്ഥിരമാവും ബംഗ്ലാദേശ്. അവിടുത്തെ അവസ്ഥ ഒരു മര്യാദക്കുള്ള, അതെ, മര്യാദക്കുള്ള ഒരു ഭരണകൂടം അവിടെ ഉണ്ടാവില്ല. അവിടെയും ഇപ്പോൾ ഹക്കാനിയെ കൊന്നില്ലേ മറ്റേ താലിബാൻ അവിടെ. അപ്പോൾ ഇതിൻ്റെ വേറൊരു കുഴപ്പമായിട്ട് ഈ ചൗധരി എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഭരണഘടന മാറിക്കഴിഞ്ഞാൽ പിന്നെ ഗസ്വ ഇ ഹിന്ദ് ആണ് നടപ്പാക്കുക.
ഇന്ത്യയെ ഇസ്ലാംവൽക്കരിക്കുക, ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തുക, അതിനുള്ള പരിപാടികളൊക്കെ തയ്യാറാക്കുക. അതിൻ്റെ പിന്നാലെ പാകിസ്ഥാനോ ഈ വക ശക്തികളെല്ലാം വേണമെങ്കിൽ ചൈനയെ കൂട്ടുകയോ. അപ്പോൾ ഗസ്വ ഇ ഹിന്ദ് എന്ന് പറഞ്ഞ പരിപാടിയിലേക്കാണ് ജനുവരി 15 ശേഷം അത് പോവുക എന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. ഇതിന് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ രഹസ്യ പിന്തുണ ഈ പരിപാടികൾക്ക് ഉള്ളതായിട്ടും ചൗധരി പറയുന്നുണ്ട്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഒരു ഒന്നിച്ച് മാറി നിൽക്കുകയല്ല, കുറച്ച് പേര് അതിലുള്ളവർ ഇതിന് രഹസ്യ പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ അമേരിക്കൻ ഉപരോധം പേടിച്ചിട്ടാണ് ഡിസംബർ 31 ഭരണഘടന മാറാതിരുന്നത്. ഖാലിഫേറ്റായിട്ട് ഖിലാഫത്താവും ഇനി ജനുവരി 15 ആവുമ്പോൾ. ഇതിനിടയ്ക്ക് ഇവർ ഈ ഹസീനയുടെ പാർട്ടിയെ നിരോധിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്, അവാമി ലീഗിനെ. അത് ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചപ്പോൾ ഇപ്പം നിലവിൽ വിലക്കൊന്നുമില്ല, കോടതിയിൽ കേസുണ്ട് ഈ പാർട്ടിയെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ട്. കോടതി ഉത്തരവിടുകയോ അല്ലെങ്കിൽ സർക്കാർ നിരോധിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഹസീനയുടെ പാർട്ടിക്ക് അവാമി ലീഗിന് മത്സരിക്കാമെന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞത്. അതൊരു വാർത്തയായിട്ട് വന്നിരുന്നു. സാധാരണഗതിയിൽ അവാമി ലീഗിനെ മത്സരിപ്പിക്കാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഇനിയുള്ള ഇത് ഖിലാഫത്തായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. അതെ അതെ, തെരഞ്ഞെടുപ്പിനെ പറ്റിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഈ ഉടനെ തെരഞ്ഞെടുപ്പ് നടത്തില്ല, പരിഷ്കാരങ്ങൾ ചിലത് ചെയ്യാനുണ്ടെന്നാണ് യൂനൂസ് പറഞ്ഞിരുന്നത്. ഓർക്കുന്നില്ലേ? അയാൾക്ക് തെരഞ്ഞെടുപ്പ് അടുത്ത കൊല്ലം മതി. എനിക്ക് മുമ്പ് പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് ഈ ഭരണഘടന മാറ്റുന്ന പരിപാടിയാണ്. അതാണ് അയാളുടെ ചെവിയിൽ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഈ തീവ്രവാദ അയാളുടെ മുതലാളിമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പൊ ആ ഭരണഘടന മാറുക എന്നുള്ള. ഇപ്പോൾ ഈ നമ്മുടെ ചൗധരി എഴുതിയിരിക്കുന്നത് ലേഖനമാണ്. ചൗധരി ഒരുപാട് ഒരു പൊളിറ്റിക്കൽ വിഷനോടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞു വരികയാണെങ്കിൽ ഈ ഭരണഘടന ഭേദഗതി അംഗീകരിക്കാൻ യൂനുസിന് കഴിയില്ല എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമുണ്ട്. കാരണം അയാളെ സംബന്ധിച്ച് അയാളൊരു നൊബേൽ പ്രൈസൊക്കെ കിട്ടിയ ആളാണ്. അയാളിപ്പോൾ ഒരു ചീഫ് അഡ്വൈസർ എന്നുള്ള പദവിയിലിരിക്കുന്നു. ആ രാജ്യത്ത് വലിയ കൂട്ടക്കൊല നടക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പാപക്കറ ശരിക്കും യൂനുസിൻ്റെ മേൽ പതിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി അഡമൻ്റായിട്ട് ആ സ്റ്റാൻഡിൽ തന്നെ പോവുകയാണ്. എനിക്കിതൊന്നും പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാനില്ല എന്ന് പറയുന്നില്ല. അയാൾ ഈ മൊത്തം ഈ ഖിലാഫത്തിൻ്റെ ഭാഗമായിട്ട് തുടരില്ല എന്നുള്ള തോന്നലാണ് ഈ ചൗധരിയുടെ കാര്യത്തിലുള്ളത്. അതുകൊണ്ടാണ് പലായനം ചെയ്യുന്നത്. അതെ, പക്ഷെ അയാളിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും വളരെ കിരാതമായി ഐക്യരാഷ്ട്രസഭ പോലും അവിടെ നടക്കുന്ന പെർസിക്യൂഷനെ കുറിച്ച്, മതപീഡനത്തെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞു. എന്നിട്ടും നിർലജ്ജം അയാൾ തുടരുകയാണ്. അപ്പോൾ അധികാരം അയാളെ വല്ലാതെ സുഖിപ്പിക്കുന്നുണ്ട്, അയാൾ അതിൽ രസിക്കുന്നുണ്ട്. അയാൾക്ക് രസവും സുഖവും ഒക്കെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് 20-ാം തീയതി വരെ അയാളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചൗധരി തന്നെ പറയുന്നുണ്ട്, ബൈഡൻ, ഈ ഒബാമ, ക്ലിൻ്റൺ, സോറോസ്, ഇങ്ങനത്തെ ഒരു ഗൂഢാലോചന സംഘമാണ് അയാളുടെ കൂടെ ഉള്ളത്. ഇതിനെ വെച്ച് പൊറിപ്പിക്കാനായിട്ട് എന്തായാലും ട്രംപ് തയ്യാറല്ല. ട്രംപ് ജനുവരി 20-ന് ഒപ്പിടാൻ പോകുന്ന 5 കാര്യങ്ങളുടെ പട്ടികയിൽ ഡീപ് സ്റ്റേറ്റിന്റെ എലിമിനേഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിന്റെ കൂടെ പാകിസ്ഥാന്റെ ISI, ഈ യൂനുസിന്റെ കൂടെയൊക്കെ വരുന്നത്, അതിന്റെ ഡ്രഗ് ട്രേഡ്, രാജ്യാന്തര മയക്കുമരുന്ന് കച്ചവടം, ഇതെല്ലാമാണ് അതിന്റെ കൂടെ ഉള്ളത്. പിന്നെ ഗ്രാമീൺ അമേരിക്ക എന്ന് പറഞ്ഞ ഇയാളുടെ സാമ്പത്തിക സംവിധാനം, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതിൽ ഹില്ലരി ക്ലിൻ്റനും ഒക്കെ ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഗ്രാമീൺ അമേരിക്ക എന്ന് പറഞ്ഞതിനും ചെത്തും ട്രംപ് എന്നീ ലേഖനത്തിൽ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വല്ലതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെതായ ഡീപ് സ്റ്റേറ്റ് ഉണ്ടെന്ന് മറ്റേവരും ആരോപിച്ചല്ലോ. എലോൺ മസ്ക് ആ ഡീപ് സ്റ്റേറ്റ് ആണ് എന്ന് പറയും. ഡീപ് സ്റ്റേറ്റ് പോലും 2 അതിലധികമോ ഉണ്ടോ എന്ന് സംശയിക്കുന്ന അവസ്ഥയായിപ്പോൾ. അതെ, അപ്പോൾ ആകെയുള്ളത് നാഷണലിസത്തിനെതിരാണ് മറ്റേ ഡീപ് സ്റ്റേറ്റ്, ബൈഡന്റെയും സോറോസിന്റെയും. നാഷണലിസ്റ്റിക് ഡീപ് സ്റ്റേറ്റ്, ഇത് നാഷണലിസ്റ്റ് ഡീപ് സ്റ്റേറ്റ് ആണെന്ന് പറയാം. ഇപ്പോൾ ഈ ഭരണഘടന മാറ്റുമ്പോൾ ബംഗ്ലാദേശിൽ ഇസ്ലാമിക് റവല്യൂഷണറി ആർമി വരും, IRA, മറ്റേ ഇറാൻ റവല്യൂഷണറി ആർമി ഗാർഡ്സ് എന്ന് പറഞ്ഞ IRGC പോലെ തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്.
ഇപ്പം തന്നെ അവിടെ ISIS അൽഖയ്ദ കൊടികൾ ഒക്കെ പലയിടത്തും ISന്റെ പോലും ഇടപെടലുണ്ട് ഉണ്ട്. അതിൻ്റെയൊക്കെ കൊടികളൊക്കെ പലയിടത്തും കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്കോൺ സന്യാസിയെ പിടിച്ചിട്ടിരിക്കുന്നത്, പത്രപ്രവർത്തകരെ ഒക്കെ പിടിച്ചിട്ടിരിക്കുന്നത്. ജിഹാദികൾ താണ്ഡവമാടുന്നു, മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അമേരിക്കൻ NGOs ഒക്കെ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ടെററിസ്റ്റുകളെ, ഭീകരരെ അറസ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ തെളിവൊക്കെ ട്രംപ് മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് പടന്നേന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ ഉപരോധം ഏർപ്പെടുത്താനുള്ള തെളിവുകൾ ബംഗ്ലാദേശിനെതിരെ ട്രംപിൻ്റെ കയ്യിൽ മതിയായ തെളിവുകളുണ്ട്. ഒരു ഉപരോധമൊക്കെ ആകാം. ട്രംപ് ഉപരോധം ഏർപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാൻ? സത്യത്തിൽ ചെയ്യേണ്ടത് ഇന്ത്യയായിരുന്നു. ഇന്ത്യ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇറങ്ങി കളിക്കേണ്ടതായിരുന്നു. നമ്മൾ സാധാരണ മനുഷ്യരാണ്. ഡിപ്ലോമാറ്റിക് ലെവലിൽ ആലോചിക്കുമ്പോൾ അതിന് വേറെ മാനങ്ങളും വേറെ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവാം. എന്നാലും ബംഗ്ലാദേശിൽ നടക്കുന്ന കൊടും ക്രൂരത കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്ത്യ അവിടെ ഒന്ന് അടിച്ച് കയറണം എന്ന് തന്നെയാണ്. ഇന്ത്യ കയറി കളിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ അത്യാവശ്യം ഡിപ്ലോമസിയുടെ ഭാഗത്തു നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ജനുവരി 20 ആകണം. ഒരു 2 മാസമൊക്കെ കാക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. 5-6 മാസം 1971 ബംഗ്ലാദേശിൽ കയറുമ്പോൾ നമ്മൾ 5-6 മാസം കാത്തു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് 2500 ഹിന്ദുക്കളെ അവിടെ ഉന്മൂലനം. അതാണ് ഞാൻ പറയുക, എത്ര മനുഷ്യന്റെ ചോരയാണ് വീഴുന്നത്. അല്ല, 2.5 ലക്ഷം എത്ര മനുഷ്യന്റെ ചോര വീഴുന്നത്. നമ്മൾ 2 മാസമല്ലേ, ജനുവരി 20 അല്ലേ എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഡാമേജ് അല്ല, ദുരന്തം എത്ര വലുതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ 19 ക്രിസ്ത്യാനികളെ ഒരു സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ച് വേറെടുത്ത് കൊണ്ട് താമസിപ്പിച്ചു. അവർ അവിടെ നിന്ന് അടുത്ത ഗ്രാമത്തിൽ, അവരാദ്യം താമസിച്ച ഗ്രാമത്തിലെ പള്ളിയിലേക്ക് പോയപ്പോൾ ഈ വീടുകൾ കത്തിച്ച് കളഞ്ഞു. അവർക്ക് അവിടെയും വീടില്ല, അവിടുത്തെ ഭൂമിയും പോയി. ഇവിടെ ഒരു പാറപ്പുറത്ത് കൊണ്ട് താമസിച്ച് അവിടുത്തെ വീടുകൾ കത്തിച്ചു. പെരുവഴിയിലാണ് ആ മനുഷ്യർ, ക്രൈസ്തവരാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ബംഗ്ലാദേശിനെ ഇപ്പോൾ ഭരിക്കുന്ന ഇസ്ലാമിക ഭരണകൂടത്തിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കണ്ടുകൂടാ. അവരോട് ആചന്ദ്രതാരം നിലനിൽക്കുന്ന ശത്രുതയാണ്. അതെ, അല്ല, അവിടെ മുസ്ലിങ്ങൾ മാത്രം മതി. കാരണം ഇനി ആർമി വരുമല്ലോ, ഇസ്ലാമിക് റെവല്യൂഷണറി ആർമി. ഖിലാഫത്ത് സ്ഥാപിക്കുന്നു, ഇസ്ലാമിക് റെവല്യൂഷണറി ആർമി വരുന്നു. അപ്പോൾ ഇതുകൊണ്ട് അദ്ദേഹം ധാക്കയിൽ നിന്ന് ഇത് പറയുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി വിശ്വാസ്യത. അതെ, ഏതായാലും യൂനിസ് ഓടിപ്പോവുകയാണെങ്കിൽ ഓടട്ടെ. ആ പോകുന്ന പോക്കിൽ അയാളുടെ മുതുകത്ത് 2 വെടിയുണ്ടകൾ കൂടി സ്ഥലം കൊടുത്താൽ നന്നായിരിക്കും. അത്രമാത്രം നീച കൃത്യങ്ങൾക്കാണ് ഈ മനുഷ്യൻ കൂട്ടുനിന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.